എൻ്റെ പേഴ്സണൽ പ്രെയർ ലൈഫിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ചിട്ടുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന ആളുകളുടെയും അല്ലാത്തവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ഇവൻസും തന്നെ സെയിം ആണ്. സിറ്റുവേഷൻസ് ഒന്നും മാറുന്നില്ല. പക്ഷേ ഈ രണ്ട് കൂട്ടരും ഇവിടെ ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് പ്രെയർ ഡിഫറെൻ്റ് ആവുന്നത്. പ്രാർത്ഥിക്കുന്ന ആളുകളും എപ്പോഴും അവരുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ആവണമെന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവം എപ്പോഴും പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മൈൻഡ് സെറ്റ്, പ്രയോറിറ്റീസ്, പേഷ്യൻസ്, ഇതിലൊക്കെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിലേയും ഡിനയിലും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ആളുകളെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, അവരുടെ സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. അവരൊരിക്കലും ആളുകളുടെ വാലിഡേഷനോ അഡ്മിറേഷനോ അക്സെപ്റ്റൻസോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. അവർ അക്കൗണ്ടബിൾ ആയിരിക്കുന്നതും അവരെല്ലാ ചെറിയ കാര്യങ്ങൾക്കും പെർമിഷൻസ് ചോദിക്കുന്നതും ദൈവത്തിൻ്റെ അടുത്ത് മാത്രമാണ്. അവരാഗ്രഹിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും അവരുടെ ലൈഫിൽ സസ്റ്റെയിൻ ചെയ്യാറില്ല. പ്രെയർ ലൈഫുള്ള ആൾക്കാരുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ഡോസും നമ്മുടെ മുമ്പിൽ ക്ലോസ് ആവുന്നതായിട്ടും പല ഫ്രണ്ട്ഷിപ്പും അവസാനിക്കുന്നതായിട്ടും പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടും എടുത്തു മാറ്റപ്പെടുന്നതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പ്രെയർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഇൻവിറ്റേഷൻ ആണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലേക്കും ദൈവത്തിന് കടന്നു വരാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. സാധാരണ ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളോ പെയിനോ ഒക്കെ ഉണ്ടാകുമ്പോൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു പണിഷ്മെൻ്റ് ആണെന്നാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കത്തില്ല. ബിക്കോസ് ദേ നോ ദർ ഈസ് എ പർപ്പസ് ബിഹൈൻഡ് എവറി പെയിൻ. ദ ആർട്ട് ഓഫ് സറണ്ടറിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥന ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സാണത്. പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുള്ള മറ്റൊരു വലിയ സ്ട്രെങ്ത്താണ് ഫൊർഗീവ്നെസ് പവർ എന്ന് പറയുന്നത്. അവരെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളോട് വെറുപ്പും വിദ്വേഷവും ഒന്നും ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. കാരണം ഈ നെഗറ്റീവ് ഫോഴ്സസ് ഒക്കെ അവരുടെ ഉള്ളിലുള്ള ഹോളി സ്പിരിറ്റിനെ നശിപ്പിക്കുമെന്നും പിന്നീട് അവരെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ആ നെഗറ്റീവ് എനർജീസ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. സോ ബേസിക്കലി ഒരു പ്രെയർ ലൈഫ് ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ നമ്മളെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. പിന്നെ നമ്മുടെ ഇന്നർ സെൽഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് സ്പിരിറ്റ് പുറത്ത് എക്സ്റ്റേണൽ വേൾഡിലുള്ള നെഗറ്റീവ് സ്പിരിറ്റുമായിട്ട് സദാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂടെ മാത്രമാണ് ദൈവം ഉള്ളത്, അല്ലാത്തവരെ ഒന്നും ദൈവം കാണുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല എന്നൊന്നുമല്ല. ദൈവം എല്ലാവരുടെ ഒപ്പം തന്നെയുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് മാത്രം.